അപ്പോൾ 2020 കുറിച്ചാണ് എനിക്കും ചോദിക്കാനുള്ളത്. സാധാരണ ഒരു പ്രൊഡ്യൂസറിന് ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് പടം എടുത്തത്, ഇതിപ്പോൾ 4-5 പേരാണ് ഇതിലിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമോ? ഇതിപ്പോൾ എല്ലാവരും സൂപ്പർ സ്റ്റാറാന്നുള്ള അവസ്ഥയാണ്. കാരണം എല്ലാവരെയും നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അതെ, ശരിക്കും ഈ ഫിലിമിലെ 67 ആർട്ടിസ്റ്റുകൾ ഇൻഡിപെൻഡന്റ് വേഷങ്ങളിൽ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഒരാൾ പറഞ്ഞതിൻ്റെ പകുതി വേറെ ആൾ പറയല്ല, എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് വേഷങ്ങളുണ്ട്. ഇപ്പം സമനിലയുണ്ടോ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ സമനില തെറ്റാണ്ട് നടക്കുന്ന ഇത്ര ആളുകളും കാര്യങ്ങളും. വേറൊരു വളരെയധികം സന്തോഷം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഭയങ്കര സെറ്റിലൊക്കെ ഭയങ്കര ചിരിയും കളിയും ബഹളവും കാര്യങ്ങളാണ്. പക്ഷേ ഈ എല്ലാവരും കൊണ്ടുവരുന്ന ഒരു ടെൻഷൻ മാത്രം നമുക്കുള്ളൂ. ആൾക്കാർക്ക് മുന്നോട്ട്, ആൾക്കാർക്ക് പിന്നോട്ട്, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാറില്ല. അല്ല, ഇതിന്റെ പേര് 2020 50-50 അല്ല, എന്നുവെച്ചാൽ ഇടിപ്പടല്ല കേട്ടോ, ഹ്യൂമർ ബ്ലെൻഡിലാണ് ഫിലിം ചെയ്തിരിക്കുന്നതും. താങ്കൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെയാണ്? അല്ല, ചിലപ്പോൾ ഞാൻ ഇപ്പം മമ്മൂക്കയിലും ലാലേട്ടനായാലും, ഇപ്പം ലാലേട്ടനാണ് ഈ ഫിലിം ആദ്യം എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സജഷൻ വന്നപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നീ ചെയ്താൽ മതി, നമ്മളെല്ലാവരും സപ്പോർട്ട് എന്ന് പറഞ്ഞ മനസ്സിൽ ലാലേട്ടൻ. അപ്പോൾ അത് മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടൻ ജയറാം, പിന്നെ കംപ്ലീറ്റ് ആൾക്കാർ അതിൻ്റെ സപ്പോർട്ട് തരാൻ ഒരു അസോസിയേഷൻ, അമ്മ അസോസിയേഷൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. 1 വർഷം അതിൻ്റെ ഒരു കാര്യങ്ങളും നടന്നില്ല. അപ്പം ഞാൻ ഇൻഡസ്ട്രിയുടെ അടുത്ത് പറഞ്ഞു, ഇത് എന്തെങ്കിലും പ്രോബ്ലത്തിൽ നമ്മൾ വിട്ട് കളയരുത്, ഇത് അങ്ങനെ നടക്കില്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഞാൻ വേണമെങ്കിൽ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. പക്ഷെ അതിൻ്റെ ഒരു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മേളിലായി നമ്മൾ ഇതിൻ്റെ കഥ കാര്യങ്ങൾ 2-3 കഥകൾ തന്നെ നമ്മൾ മാറ്റി. കാരണം ജനം ഇതൊരു പൂരം കാണാൻ വരുന്നതാണ്, ഒരു ഉത്സവം കാണാനാണ്. അപ്പോൾ അത് രസകരമായ രീതി, കാരണം ഇത് ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. സാധാരണ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഗുരുവായൂർ വിട്ട് തുലാഭാരം ചെയ്യാറുണ്ട്. എല്ലാ സിനിമകളും അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾ, കാരണം നമ്മൾ ഈ പോകുന്നൊക്കെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ജനങ്ങളുടെ ഒരു സപ്പോർട്ടും മേലേക്കാണ്. അല്ലാണ്ട് നമ്മളുടെ ഒരു മിടുക്കായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കണോ അതിന്റെ കൂടെ നമ്മൾ ഒഴുകണം. ഒരു നടനായിട്ടുള്ള പ്രൊഡ്യൂസർ ആണല്ലോ വേഷമാണോ ഏറ്റവും കഷ്ടപ്പാട്? നടനാകുമ്പോൾ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വേറെ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറുകയും ആ ആളുടെ കഥാപാത്രത്തിൻ്റെ വികാരങ്ങൾ ഉൾക്കൊണ്ട് അതുപോലെ പെർഫോം ചെയ്യുക, ഒരുപാട് കയറ്റിറക്കങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ മാനസിക വികാരങ്ങൾ. ഒരു പ്രൊഡ്യൂസർ ആവാന്ന് പറഞ്ഞാൽ ഒരുപാട് കാശുണ്ടെങ്കിൽ ഏറ്റവും നല്ല പണി പ്രൊഡ്യൂസർ ആവാന്നുള്ളതാണ്. വെറുതെ അങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ മതിയില്ല, ചീട്ട് കളിക്കണ മാതിരി അവിടെ. പക്ഷെ തിരിച്ചു കിട്ടണം, അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായ പാടുകളുണ്ട്. ഈ വീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. ഞാൻ ജനിച്ചത് ഇവിടെ അല്ലെങ്കിലും എടനക്കാടാണ് ജനിച്ചത്. വളർന്നതൊക്കെ ഈ ആലുവ പരിസരങ്ങളിൽ, ദേശം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആലുവ മണപ്പുറത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ പണ്ട് താമസിച്ചത്. അവിടുന്ന് വഞ്ചിക്ക് ഇങ്ങനെ പോകും. വഞ്ചിക്ക് പോകുന്ന സമയത്ത് ഞാൻ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെ നിറയെ മാവുള്ള ഒരു തറവാട്. ഞാനിങ്ങനെ വഞ്ചിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ആ തറവാട്ടിലൊക്കെ ജനിക്കാൻ പറ്റി ഇങ്ങനെ ആലോചിക്കും. എപ്പോഴോ ചിലപ്പോൾ ഈ ശിവന് ഒരു ഈ കുരുന്ന് മനസ്സിൽ തോന്നുന്ന ഒരു വികാര അങ്ങനെ വിഷമൊക്കെ കണ്ടിട്ട് അവൻ്റെ ഒരു ആഗ്രഹമല്ല നടത്തി കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എടുത്ത് കൈ തന്നായിരിക്കും. അത് ഭയങ്കര ദൈവാധീനം. ഫാമിലി ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത്? ഇല്ല, ഫാമിലിയൊക്കെ വേറെ വീട്ടിൽ. ഇതിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ കാര്യങ്ങളും പിന്നെ ഗസ്റ്റ് വരിക അങ്ങനെയൊക്കെ ഉണ്ടാവുക, ചിലപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ. ഇപ്പൊ CID മൂസയുടെ സമയത്താണ് ഇത് വാങ്ങിച്ചത്. അത്രയുണ്ടല്ലേ?